ഇരുട്ട് നിറഞ്ഞ ലോകത്ത് ഒരു വാക്ക് മാത്രം: പ്രകാശം ഉണ്ടാകട്ടെ. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഇരുട്ട് നിറയും. നിരാശ, ഭയം, പരാജയം, വേദന. പക്ഷേ ദൈവവചനത്തിന്റെ പ്രകാശം വന്നാൽ എല്ലാം മാറും. ഇന്ന് നമുക്ക് മനസ്സിലാക്കാം, ആ പ്രകാശം നമ്മുടെ ജീവിതത്തിലും വെളിച്ചം വിതറും. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 3-4 വാചകം: ദൈവം അരുളി ചെയ്തു, പ്രകാശം ഉണ്ടാകട്ടെ. പ്രകാശം ഉണ്ടായി. ദൈവം ആ പ്രകാശം നല്ലത് എന്ന് കണ്ടു. ദൈവം പ്രകാശത്തെയും ഇരുട്ടിനെയും വേർതിരിച്ചു. ദൈവം ആദ്യം സൃഷ്ടിച്ചതാണ് പ്രകാശം. വചനത്തിന്റെ ശക്തി. ദൈവം അരുളി ചെയ്തു, പ്രകാശം ഉണ്ടായി. ഇരുട്ടുമാറി, പുതിയൊരു തുടക്കം. ദൈവം പ്രകാശത്തെ നല്ലതെന്ന് കണ്ടു, അഥവാ പ്രകാശം ജീവന്റെ അടിസ്ഥാനം. വെളിച്ചവും ഇരുട്ടും തമ്മിൽ ദൈവം വേർതിരിച്ചു. മനുഷ്യ ജീവിതത്തിലും ഈ വേർതിരിവ് വേണം. ഒരു ഗ്രാമത്തിൽ രാഹുൽ എന്ന കുട്ടി ഉണ്ടായിരുന്നു. രാത്രി വന്നാൽ അവൻ പേടിച്ചു കരയും. ചെറിയൊരു വിളക്കിന്റെ വെളിച്ചം കിട്ടിയാൽ മാത്രം അവൻ ആശ്വസിക്കും. ഒരിക്കൽ അമ്മ പറഞ്ഞു, മകനെ, ഒരു ചെറിയ വിളക്കിന്റെ പ്രകാശം പോലും വലിയ ഇരുട്ടിനെ ജയിക്കും. ആ വാക്ക് അവൻ മനസ്സിൽ സൂക്ഷിച്ചു. വളർന്നു വന്നപ്പോൾ രാഹുൽ പഠനത്തിൽ പരാജയപ്പെടുകയും ജീവിതത്തിൽ നിരാശ അനുഭവിക്കുകയും ചെയ്തു. അവന് തോന്നി, തന്റെ ജീവിതം ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്നു. പക്ഷേ അമ്മയുടെ ആ വാക്ക് ഓർമ്മയായി: പ്രകാശം വന്നാൽ ഇരുട്ട് പോകും. അവൻ തീരുമാനിച്ചു, വിശ്വാസം, പ്രത്യാശ, ദൈവത്തിന്റെ വചനം, ഇതാണ് എന്റെ പ്രകാശം. കഠിനാധ്വാനത്തിലും പ്രാർത്ഥനയും വഴി അവൻ തന്റെ ജീവിതത്തിലെ ഇരുട്ടിനെ ജയിച്ചു. ഒടുവിൽ തന്റെ ജീവിതം പ്രകാശത്തോടെ നിറഞ്ഞു. ദൈവവചനം ശക്തിയാണ്. അവരരുളി ചെയ്താൽ അത് സംഭവിക്കും. ഇരുട്ട് എത്ര വലുതായാലും ചെറിയൊരു പ്രകാശം മതിയാകും. പ്രകാശവും ഇരുട്ടും വേർതിരിച്ചതുപോലെ നന്മയും ദുഷ്ടതയും വേർതിരിക്കാൻ നമുക്ക് ധൈര്യം വേണം. പ്രകാശം നമ്മിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തണം. വിളക്കിനെ മറച്ചു വെക്കില്ല, എല്ലാവർക്കും വെളിച്ചം ലഭിക്കണം. സുഹൃത്തുക്കളെ, പ്രകാശം ഉണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും വെളിച്ചമുണ്ടാകട്ടെ. ഭയത്തിന്റെയും നിരാശയുടെയും ഇരുട്ടിൽ നിന്ന് ഉയർന്ന് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വെളിച്ചത്തിലേക്ക് കടക്കുക. ഓർമ്മിക്കുക, ചെറിയൊരു പ്രകാശം പോലും വലിയ ഇരുട്ടിനെ ജയിക്കും. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ.